ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചാണ്. നമ്മൾ കണ്ടു രക്ഷ 3 ഘട്ടങ്ങളിലാണ് സംഭവിക്കുന്നത് അല്ലേ. ഒന്നാമതായിട്ട് നമുക്ക് ബന്ധം. നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശുക്രിസ്തു എന്ന ദൈവപുത്രന് പിതാവുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പങ്കാളികളായി നമ്മൾ മാറുകയാണ്. അതുകൊണ്ടാണ് കർത്താവ് നമ്മളെ നീതിമാന്മാരായിട്ട് എണ്ണുന്നത് അല്ലേ. നമ്മളത് കണ്ട കാര്യമാണ് നീതീകരണം. നീതീകരണത്തിൽ സംഭവിക്കുന്ന എന്താണ്? പരിപൂർണ നീതിയുള്ളവരായിരുന്നെങ്കിൽ നമ്മളോട് ദൈവം എങ്ങനെ ദൈവപ്രസാദം കാണിക്കും, അംഗീകരിക്കും? അത് നമുക്ക് കടമായിട്ട് ക്രിസ്തുവിലൂടെ ലഭിക്കുകയാണ്. അതായത് യേശുക്രിസ്തുവിന് പിതാവുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൻ്റെ പങ്കാളികളായിട്ട് നമ്മൾ മാറി. രണ്ടാമത് കർത്താവിൻ്റെ സ്വഭാവം അല്ലേ. യേശുക്രിസ്തു എന്ന ദൈവപുത്രൻ്റെ സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വിശുദ്ധീകരണം അല്ലേ. നമ്മൾ വിശുദ്ധന്മാരായിക്കൊണ്ടിരിക്കുകയാണ്. വിശുദ്ധൻ അല്ലേ. അതാണ് കഴിഞ്ഞ പ്രാവശ്യം കണ്ടു. ശുദ്ധീകരണം സംഭവിക്കുകയാണ്. ഇനി മൂന്നാമതായിട്ട് നമുക്ക് നമ്മുടെ ശരീരം അല്ലേ. യേശുക്രിസ്തു ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ അവനുള്ള ആ മഹത്വത്തിൻ്റെ ശരീരം പോലെ നമ്മുടെ ശരീരവും ഇനി മാറും. അങ്ങനെ നമ്മൾ മഹത്വമുള്ളവരായി മാറും. ഇങ്ങനെ 3 ഘട്ടങ്ങളിലായിട്ട് നമുക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ യേശുക്രിസ്തുവിനെ പോലെ ആകുകയാണ് അല്ലേ. ആദ്യം അവന് ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ പങ്കാളിത്തത്തിലേക്ക് നമ്മളും വരും അല്ലേ. അവനെ ദൈവം പരിപൂർണമായിട്ട് അംഗീകരിച്ചിരിക്കുന്ന പോലെ നമ്മളെയും അവനിൽ ദൈവം പരിപൂർണമായിട്ട് അംഗീകരിക്കുന്നതാണ് നീതീകരണം. രണ്ടാമത് നമ്മൾ ആ പുത്രൻ്റെ സ്വഭാവത്തിലേക്ക് നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അതാണ് ശുദ്ധീകരണം. മൂന്നാമതായിട്ട് നമ്മുടെ ശരീരവും കർത്താവിൻ്റെ ശരീരം പോലായി മാറും. അതാണ് തേജസ്കരണം. ഇന്ന് അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. പക്ഷേ ആദ്യം ഈ പുത്രനിലേക്കുള്ള രൂപാന്തരം നമുക്കൊന്ന് പഠിക്കാം. അതിന് നമുക്ക് ഈ പുത്രത്വം എന്നുള്ള വാക്ക്, അതായത് ഞാൻ സ്ഥിരം ഉപയോഗിക്കുന്ന ദത്തുപുത്രൻ്റെ ആ ഉദാഹരണം നിങ്ങൾ മനസ്സിൽ വെക്കണം. ദൈവം നമ്മളെ യേശുക്രിസ്തുവിലൂടെ ദത്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ ദത്തെടുത്തിരിക്കുന്നു എന്നുള്ള ആ വാക്ക് മലയാളം ബൈബിളിൽ പുത്രത്വം എന്നുള്ള വാക്ക് കൊണ്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിലൊക്കെ ദത്തെടുക്കുക എന്ന് തന്നെ, അഡോപ്ഷൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മലയാളം ബൈബിളിൽ അതിന് പുത്രത്വം അല്ലേ. പുത്രൻ എന്നുള്ള സ്ഥാനം നമ്മൾ ഒരാൾക്ക് കൊടുക്കുന്നതിനാണല്ലോ ദത്തെന്ന് പറയുന്നത്. ദത്തെടുക്കുക എന്ന് പറഞ്ഞാൽ മക്കൾ എന്നുള്ള പദവി നമ്മൾ വേറൊരാൾക്ക് പുതുതായിട്ട് കൊടുക്കുന്നു അല്ലേ. അപ്പോൾ ഈ പുത്രത്വം എന്നുള്ള വാക്ക് എവിടൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് 3 സ്ഥലങ്ങളിലായിട്ടാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് പുതിയ നിയമത്തിൽ. ആ വാക്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പുത്രത്വത്തിൻ്റെ ഒന്നാമതായിട്ട് ഗലാത്യ ലേഖനം 4:4-5. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടത് തന്നെ. കാലസമ്പൂർണതയിൽ ദൈവം തന്റെ പുത്രനെ അയച്ചതിന്റെ ഉദ്ദേശം എന്താണെന്നാണ് 5-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്. നമ്മൾ പുത്രത്വം പ്രാപിക്കുവാൻ വേണ്ടിയിട്ട്. കണ്ടോ. അപ്പൊ രക്ഷയുടെ മൊത്തം ചിത്രം ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശമാണ് നമ്മൾ പുത്രത്വം പ്രാപിക്കണം. ഇതാണ് നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷാ പദ്ധതിയുടെ അന്ത്യലക്ഷ്യം അല്ലേ. പുത്രത്വം നമ്മൾ പ്രാപിക്കണം. അടുത്ത വാക്യം നോക്കിക്കേ. റോമാലേഖനം 8:15. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിന്റെ ആത്മാവിനെയല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ അത്രേ പ്രാപിച്ചിരിക്കുന്നു. അപ്പോൾ ഇപ്പോഴെന്ത് സംഭവിച്ചിരിക്കുന്നു? ഒന്നാമതായിട്ട് നമുക്ക് എന്താ ലഭിക്കുന്നത്? പുത്രത്വം നമുക്ക് ലഭിക്കാൻ വേണ്ടി ഒന്നാമത് കർത്താവ് എന്താ ചെയ്തിരിക്കുന്നത്? പുത്രത്വത്തിന്റെ ആത്മാവിനാൽ നമ്മളെ നിറച്ചിരിക്കുകയാണ്. നമ്മൾ പൂർണ്ണമായിട്ടും പുത്രത്വം പ്രാപിച്ചിട്ടില്ല. പുത്രത്വത്തിന്റെ ആത്മാവ് നമുക്ക് ആദ്യം ലഭിച്ചിരിക്കുകയാണ് അല്ലേ. ഈ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്ന പറഞ്ഞിരിക്കുന്നത്? നമ്മൾ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കും. എന്താ ഈ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ അർത്ഥം എന്താ? അതിന്റെ ആ പ്രസക്തി എന്താണെന്നറിയാവോ? അതിനാണ് അടുത്ത വാക്യം അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് പുത്രത്വം പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിലെ ലിസ്റ്റല്ല. പക്ഷെ ഈ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നതിന്റെ പ്രസക്തി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അടുത്ത വാക്യം. മർക്കോസിന്റെ സുവിശേഷം 14:36. ഇത് യേശുക്രിസ്തു പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥനയാണ്. അപ്പൊ ആ പ്രാർത്ഥനയിൽ നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് എങ്ങനെയാണ് യേശു പ്രാർത്ഥനയിൽ ദൈവത്തെ അഭിസംബോധന ചെയ്തത്. എന്താ വിളിച്ചേ? അബ്ബാ പിതാവേ എന്ന്. അപ്പൊ ഈ അബ്ബ എന്നുള്ള വാക്ക് നമുക്ക് പലപ്പോഴും അറിഞ്ഞൂടാ അല്ലേ. പിതാവ് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. പിന്നെ എന്തുകൊണ്ടാണ് ഈ അബ്ബ എന്നവിടെ വെച്ചിരിക്കുന്നത്? അബ്ബ അരമ്യ ഭാഷയിൽ പിതാവിനെ വിളിക്കുന്ന വാക്കാണ്.
അതും പിതാവ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ബഹുമാന സൂചകമായിട്ട് ഒരാളെ വിളിക്കുന്നതാണ്. അബ്ബ എന്ന് പറഞ്ഞാൽ ഈ പപ്പ എന്നൊക്കെ വിളിക്കുന്ന പോലെയാണ്. അല്ലാതെ പിതാവേ എന്ന് വിളിക്കുന്ന പോലെ അല്ല. അച്ഛ എന്നൊക്കെ വിളിക്കുന്ന പോലെ അടുപ്പമാണ് അത് സൂചിപ്പിക്കുന്നത്, അല്ലേ? ദൈവത്തെ കയറി അബ്ബ എന്ന് വിളിക്കാൻ ഒരു യഹൂദനും ധൈര്യപ്പെട്ടിരുന്നില്ല. പക്ഷെ യേശു ക്രിസ്തു ദൈവത്തെ, പിതാവിനെ അബ്ബാ എന്ന് വിളിക്കത്തക്ക രീതിയിൽ അടുപ്പമുണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പോഴെന്ത് സംഭവിച്ചു? നമുക്ക് പുത്രത്വത്തിന്റെ ആത്മാവ് നമ്മുടെ ഉള്ളിൽ വന്നപ്പോൾ ഈ നമ്മളും ദൈവത്തെ എന്താ വിളിക്കുന്നേ? അബ്ബാ പിതാവേന്ന്. അതാണ് പറഞ്ഞത്, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആദ്യം നമുക്ക് എന്ത് ലഭിക്കുന്നു? യേശു ക്രിസ്തുവിന് പിതാവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് നമ്മളും കടന്നു വന്നിരിക്കുകയാണ്. അവന് ദൈവമായിട്ടുള്ള അതേ അടുപ്പം നമുക്കും ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ നീതിമാന്മാരായിട്ട് കണക്കപ്പെട്ടിരിക്കുകയാണെന്ന് പറയുന്നത്, അല്ലേ? ദൈവത്തെ പരിപൂർണമായിട്ട് അനുസരിച്ചിരുന്നെങ്കിൽ എനിക്ക് ദൈവമായിട്ട് എന്തുമാത്രം അടുപ്പം കാണുമായിരുന്നു. അതെനിക്ക് കടമായിട്ട് യേശു ക്രിസ്തുവിലൂടെ ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ദൈവത്തെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്നത്. അപ്പോൾ പുത്രത്വത്തിന്റെ ആത്മാവ് ലഭിച്ച് പുത്രത്വത്തിന്റെ പാതയിലാണ് നമ്മൾ. ഇനി റോമാലേഖനം 8:23. ആത്മാവെന്ന ആദ്യദാനം ലഭിച്ചിരിക്കുന്ന നാമം നമ്മുടെ ശരീരത്തിന്റെ വീണ്ടെടുപ്പായ പുത്രത്വത്തിന് കാത്തുകൊണ്ട് ഉള്ളിൽ നിറങ്ങുന്നു. കണ്ടോ, പുത്രത്വം കാത്തുകൊണ്ട് നമ്മൾ ഇനി കാത്തിരിക്കുന്നു. ആത്മാവെന്ന ദാനം ലഭിച്ച നമ്മൾ ഇനി ഒരു പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നു. എന്തോന്നാ പൂർത്തീകരണം? പുത്രത്വം പൂർണ്ണമായിട്ട് സംഭവിക്കുന്നു, അല്ലേ? എന്തിനു വേണ്ടിയിട്ട് അവിടെ കാത്തിരിക്കുന്നു? ഒന്നുകൂടെ വായിച്ചേ. ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. കണ്ടോ, ഇതാണ് ഈ പറഞ്ഞത്, ശരീരത്തിന്റെ വീണ്ടെടുപ്പ്. കണ്ടോ, ശരീരം ഇതുവരെ വീണ്ടെടുക്കപ്പെട്ടിട്ടില്ല. നമ്മുടെ ആത്മാക്കളെ വീണ്ടെടുക്കപ്പെട്ടുള്ളൂ. ഇനി ശരീരം വീണ്ടെടുക്കപ്പെടുന്ന, ശരീരം രൂപാന്തരം പ്രാപിക്കുന്ന ഒരു ദിവസം കടന്നു വരുന്നു. യേശു ക്രിസ്തുവിന് ഇപ്പോഴുള്ള തേജസ്കരിക്കപ്പെട്ട അതേ ശരീരം പോലെ എൻ്റെ ശരീരം മാറുവാൻ പോകുന്നു. അതാണ് മഹത്വം പ്രാപിക്കുക, അല്ലെങ്കിൽ തേജസ്കരണം എന്ന് പറയുന്നത്. അതാണ് മൂന്നാമതായിട്ട് ഇനി സംഭവിക്കാൻ പോകുന്നത്, അല്ലേ? ശരീരവും എന്താ പറയുക, രൂപാന്തരപ്പെട്ട് വീണ്ടെടുക്കപ്പെടും. ശരീരത്തിൻ്റെ വീണ്ടെടുപ്പ്, അതാണ് ഇനി ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത്. കർത്താവ് രണ്ടാമത് വരുമ്പോൾ സംഭവിക്കാൻ പോകുന്നത്. കണ്ടോ, അപ്പോൾ ഇവിടെ മൂന്നിടത്തും പുത്രത്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഒന്നാമതായിട്ട് പറഞ്ഞിരിക്കുകയാണ് പുത്രത്വം നമുക്ക് ലഭിക്കുവാൻ വേണ്ടി ഭൂതകാലത്തിൽ യേശു ക്രിസ്തു കടന്നു വന്ന് തൻ്റെ പ്രവൃത്തി ചെയ്തു. വർത്തമാനകാലത്തിൽ നമ്മൾ ഈ ആത്മാവിനാൽ നിറഞ്ഞ് പുത്രത്വം എന്ന ആ ബന്ധത്തിലേക്ക് കടന്നു വന്നു, സ്നേഹബന്ധത്തിലേക്ക് കടന്നു വന്നു, അല്ലേ? ഇപ്പം എനിക്ക് ദൈവത്തെ അബ്ബാ പിതാ എന്ന് വിളിക്കാം. ഇനി ഭാവിയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? പുത്രത്വം പൂർണ്ണമായിട്ട് അതിൻ്റെ പൂർത്തീകരണം സംഭവിക്കാൻ പോവുകയാണ്. എൻ്റെ ശരീരവും യേശു ക്രിസ്തുവിൻ്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുന്ന, വീണ്ടെടുപ്പ് സംഭവിക്കുന്ന ഒരു ദിവസം കടന്നു വരികയാണ്, അല്ലേ? അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. തേജസ്കരണം. തേജസ്കരണം എന്താണ്? തേജസ്കരണം, അതിനൊരു നിർവചനം, അതിൻ്റെ അർത്ഥം നമുക്കൊന്ന് ആദ്യം നോക്കാം. എൻ്റെ നിർവചനം ഇങ്ങനെയാണ്. തേജസ്കരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിപൂർണ നീതിക്കായുള്ള നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണവും കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരം അവൻ്റെ ഉയിർപ്പിൻ്റെ ശരീരം പോലെ രൂപാന്തരപ്പെടുന്നതിനെയുമാണ് തേജസ്കരണം എന്ന് പറയുന്നത്, അല്ലേ? രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്നുണ്ട്. ഒന്ന്, നമുക്ക് നീതിക്കായിട്ടുള്ള നമ്മുടെ പ്രത്യാശയുടെ പൂർത്തീകരണം. രണ്ടാമത്, നമ്മുടെ ശരീരങ്ങൾ എന്തായി മാറും? കർത്താവിൻ്റെ തേജസ്സുള്ള ഉയിർപ്പിൻ്റെ ശരീരം പോലെ മഹത്വീകരിക്കപ്പെടും, അല്ലേ? അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി രണ്ട് വാക്യങ്ങൾ വായിക്കാം. ഒന്ന് ഗലാത്യ ലേഖനം 5:5. അടുത്ത വാക്യം നോക്കിയാൽ ഗലാത്യർ 5:5. വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന് പ്രത്യാശ നിവർത്തിയെ ആത്മാവിനാൽ കാത്തിരിക്കുന്നു. അപ്പോൾ ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യമാണ്, ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നൊരു കാര്യമാണ്. എന്താണ്? വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്ന്. അപ്പം നീതിമാനായില്ലായിരുന്നോ നീതീകരണത്തിൽ നീതി ലഭിച്ചതിനെ കുറിച്ചല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമുക്ക് പരിപൂർണ നീതിമാന്മാരായി മാറുന്നതിൻ്റെ പൂർത്തീകരണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നീതീകരണത്തിൽ കർത്താവ് നീതിമാനെന്ന് നമ്മളെ കണക്കിടുകയാണ്. നമ്മൾ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ നീതിമാനല്ല, അല്ലെ? നമ്മളാരും നീതിമാന്മാരായിട്ടില്ല ഇതുവരെ. പക്ഷെ ദൈവം നമ്മളെ യേശുക്രിസ്തുവിൽ അങ്ങനെ എണ്ണുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പരിപൂർണ സ്വഭാവം കൊണ്ടും ശരീരം കൊണ്ടും ആത്മാവ് കൊണ്ടും നീതിമാന്മാരാകുന്ന ഒരു പൂർത്തീകരണം ഭാവിയിൽ സംഭവിക്കാൻ പോവാണ്. അതാണ് നമ്മൾ വിശ്വാസത്താൽ നീതി ലഭിക്കുമെന്നുള്ള ഒരു പ്രത്യാശയുണ്ട്. ആ പ്രത്യാശ പൂർത്തീകരിക്കുന്ന ഒരു സമയമുണ്ട്, അല്ലേ?
പ്രത്യാശ നിവൃത്തിക്കായിട്ട് ആത്മാവിനാൽ കാത്തിരിക്കുന്നു. കേട്ടോ, അപ്പോൾ ഒരു പ്രത്യാശയുണ്ട് നമുക്ക്. ഒരു ദിവസം ഞാൻ പരിപൂർണമായിട്ട് 100%, അല്ലാതെ കണക്കെടൽ മാത്രമല്ല, സ്വഭാവം കൊണ്ടും ശരീരം കൊണ്ടും ഞാനൊരു നീതിമാനാകും, യേശുക്രിസ്തുവിനെ പോലെ തന്നെ ആകും. ആ പ്രത്യാശയുടെ നിവർത്തി, അതിന്റെ പൂർത്തീകരണം സംഭവിക്കുന്നതാണ് തേജസ്കരണം. അടുത്ത വാക്യം നോക്കിയേ, ഫിലിപ്പിയ ലേഖനം 3:20-21. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശുക്രിസ്തു രക്ഷിതാവായി വരും എന്ന് നാം കാത്തിരിക്കുന്നു. കർത്താവിന്റെ രണ്ടാം വരവിനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്, അവന്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ ഈ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. കണ്ടോ, കർത്താവ് രണ്ടാമത് മടങ്ങി വരുമ്പോൾ എന്റെ ശരീരത്തിന് എന്തോ പറ്റും? ഈ താഴ്ചയുള്ള ശരീരം അവന്റെ തേജസ്സുള്ള ശരീരം പോലെ അവൻ രൂപാന്തരപ്പെടുത്തും. അവന്റെ ശക്തിയാൽ അവൻ അത് ചെയ്യും, അല്ലെ? ഈ രണ്ട് വാക്യങ്ങളോട് ചേർത്താണ് ഞാൻ പറഞ്ഞത്. കണ്ടോ, ശരീരം മഹത്വീകരിക്കും, നീതി ലഭിക്കും എന്നുള്ള പ്രത്യാശയുടെ പൂർത്തീകരണം. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ എന്തായി? തേജസ്കരണമായി, അല്ലെ? കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ പരിപൂർണമായിട്ട് നീതിമാനായിട്ട് മാറും. എങ്ങനെ? എൻ്റെ ശരീരവും കൂടെ ദൈവം യേശു ക്രിസ്തുവിൻ്റെ പോലെ ആക്കും. ഇപ്പോഴെനിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നീതിമാൻ എന്നൊരു പദവി കിട്ടിയിട്ടുണ്ട്. പിന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടതുപോലെ ഞാനും പടിപടിയായിട്ട് യേശു ക്രിസ്തുവിൻ്റെ സ്വഭാവത്തിലോട്ട് രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് രണ്ടും അപൂർണമാണ്, അല്ലേ? ഇനി കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ പരിപൂർണമായിട്ട് എൻ്റെ ശരീരം കൊണ്ടും ഞാൻ യേശുവിനെ പോലെ ആയിത്തീരും. അപ്പോഴാണ് നീതിക്കായിട്ടുള്ള എൻ്റെ പ്രത്യാശ പൂർത്തീകരിക്കപ്പെടുന്നതും എൻ്റെ താഴ്ചയുള്ള ശരീരം പാപത്തിൻ്റെ എല്ലാ കറയും നീക്കി എല്ലാ രീതിയിലും ഞാൻ ഒരു പുതു മനുഷ്യനായി മാറും. എൻ്റെ ശരീരവും യേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിൻ്റെ ശരീരം പോലാവും. ഇതാണ് നമ്മുടെ രക്ഷയുടെ ആ യാത്രയുടെ അന്ത്യം. ഇവിടാണ് നമ്മൾ എത്തിപ്പെടുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ശരീരത്തിന് എന്ത് പറ്റും? ശരീരം തേജസ്സും പ്രാപിക്കും, ശരീരം നീതിയുള്ള ശരീരവും ആവും, അല്ലേ? എനിക്ക് നീതിയുള്ള ശരീരവും മഹത്വമുള്ള ശരീരവും കർത്താവിൻ്റെ മടങ്ങി വരവിൽ ലഭിക്കും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? തേജസ്കരണം എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാട് അങ്ങനെ ബൈബിളിൽ പഠിപ്പിക്കലിന്നില്ല. കാരണം ഇത് ദൈവം ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. നമ്മൾ വിശ്വാസത്തിൽ നിലനിന്ന് കർത്താവിൻ്റെ മടങ്ങി വരവിൽ വിശ്വാസിയായിട്ട് കാണപ്പെടുമെങ്കിൽ നമുക്ക് സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഈ വിഷയത്തിന് ഇന്ന് പ്രസക്തിയുണ്ട്. ഇന്നത്തെ എൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്താണെന്നുള്ളതാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. 3 കാര്യങ്ങളെ. കർത്താവ് മടങ്ങി വരുമ്പോൾ എൻ്റെ ശരീരം മഹത്വം പ്രാപിക്കും, ഞാൻ പരിപൂർണമായിട്ട് നീതിമാനാകും എന്ന് പറയുന്ന ആ സത്യത്തിന് ഇന്ന് എൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രസക്തിയുണ്ട്. ആ പ്രസക്തി എന്താണെന്ന് വചനത്തിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 3 കാര്യങ്ങളെ. ഒന്നാമതായിട്ട് 1 യോഹന്നാൻ 3:2-3 വായിച്ച് കേട്ടാട്ടെ. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. നമ്മൾ എന്തായി മാറുമെന്നുള്ളത് ഇതുവരെ സംഭവിച്ചിട്ടില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ കർത്താവ് മടങ്ങി വരുമ്പോൾ നാം അവനെ അവന്റെ പൂർണ്ണ മഹത്വത്തിൽ നമ്മൾ കണ്ണുകൊണ്ട് കാണും. അപ്പൊ എന്ത് പറ്റും? അവനെ കണ്ടാ പഴയ പോലെ ഇരിക്കാൻ പറ്റത്തില്ല. നമുക്ക് രൂപാന്തരം സംഭവിച്ചു നാമും അവന്റെ സദൃശ്യനായി തീരും. ഇതാണ് തേജസ്കരണം, അല്ലേ? അടുത്ത വാക്യം. ഈ പ്രത്യാശ എന്ത് പ്രത്യാശ? ഞാൻ അവനെ കാണുമ്പോൾ അവനെ പോലെ ആയിത്തീരും. എനിക്ക് തേജസ്കരണം സംഭവിക്കും. എനിക്ക് നീതിയുള്ളതും മഹത്വമുള്ള ശരീരവും ലഭിക്കും. അവനിൽ, യേശു ക്രിസ്തുവിൽ ഈ പ്രത്യാശയുള്ള എല്ലാവനും കണ്ടോ അത് ഇന്നത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത്. ദൈനംദിന ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലമാക്കും, അല്ലേ? അപ്പോൾ ഒന്നാമതായിട്ടുള്ള ഈ തേജസ്കരണം പഠിക്കുമ്പോൾ നമുക്ക് ഒന്നാമതായിട്ടുണ്ടാകുന്ന ഗുണമെന്ന് പറഞ്ഞാൽ ലക്ഷ്യബോധമുള്ള വിശുദ്ധ ജീവിതം. ലക്ഷ്യബോധമുള്ള വിശുദ്ധ ജീവിതം. എനിക്കൊരു ലക്ഷ്യസ്ഥാനമുണ്ട് ഈ വിശുദ്ധ ജീവിതത്തിൽ, അല്ലേ? ഇപ്പം നമ്മുടെ അടുത്ത് ഒരു കൊച്ചു കുഞ്ഞു എന്ന് പറയുക, ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കൊച്ചു എന്ന് പറയുക, ചേട്ടാ എനിക്ക് 12ാം ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് എൻജിനീയർ ആവണം. അപ്പോൾ നമ്മൾ ചോദിക്കും, നീ കണക്കിലെങ്ങനെ? കണക്കൊന്നും ഞാൻ പഠിക്കാറൊന്നുമില്ല. അല്ല ഫിസിക്സോ? അയ്യേ എനിക്ക് ഇഷ്ടമല്ല. കെമിസ്ട്രിയോ? അതും പഠിക്കാറില്ല. പിന്നെ നീ എന്തോ പഠിക്കുന്നത്? മിടുക്കനെ അതില്ല. അത് ഞാൻ ബയോളജി പഠിക്കും, ഹിസ്റ്ററി പഠിക്കും,
അപ്പോൾ നമ്മൾ എന്താ പറയുക കൊച്ചിനോട്? എടാ മോനെ, നീ കണക്കും ഫിസിക്സും കെമിസ്ട്രി ഒന്നും പഠിക്കാതെ ഒരു കാലത്ത് നീ എഞ്ചിനീയർ ആകാൻ പോകുന്നില്ല അല്ലേ? 8ലും 9ലും 10ലും 11ലും 12ലും ഒക്കെ നല്ലപോലെ കണക്ക് പഠിച്ചാൽ 12ാം ക്ലാസ് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് പഠിക്കാൻ പറ്റത്തുള്ളൂ നമ്മൾ പറയും. എന്ന് പറയുന്നത് പോലെ എന്നോ ഒരു ദിവസം കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ പൂർണ്ണ വിശുദ്ധനാകുമെന്ന് പറഞ്ഞേച്ച് ഇന്ന് വിശുദ്ധിക്ക് ഒരു പ്രസക്തിയില്ല, ഒരു ഗുണവും ഇല്ല, ഒരു മാനദണ്ഡവും ഇല്ലാതെ ജീവിക്കുന്നവരോട് നമ്മളെന്താ പറയും? എടാ, അന്ന് നീ വിശുദ്ധീകരിക്കപ്പെടണമെങ്കിൽ ഇന്ന് നീ വിശുദ്ധിയുടെ പാത നടക്കണം എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്. ആ പ്രത്യാശയുള്ളവനെല്ലാം ഇന്ന് കർത്താവ് നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കും. അപ്പം നമ്മുടെ ഉദ്ദേശം കർത്താവ് മടങ്ങി വരുമ്പോൾ ഞാൻ അവനെ പോലെ ആയി തീരണമെന്നാണെങ്കിൽ അത് ഇന്ന് വെളിപ്പെടണം. ഇന്ന് എൻ്റെ ജീവിതത്തിൽ വിശുദ്ധി നമുക്ക് ആവശ്യമുള്ളതാണോ? നമുക്കത് വളരെ കാര്യമായൊരു വിഷയമാണോ? ഞാൻ വിശുദ്ധിക്ക് എത്രമാത്രം സ്ഥാനം കൊടുക്കുന്നുണ്ട്? അതാണ് ചോദ്യം. അങ്ങനെ ആ ലക്ഷ്യബോധം, അതായത് കർത്താവ് മടങ്ങി വരുമ്പോൾ അവനെ പോലെ എനിക്ക് ആയിത്തീരണം എന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് ഇന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നുണ്ടോ? അതോ വിശുദ്ധിയൊന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല, അങ്ങനെയാണ് പിന്നെ അന്ന് വരുമ്പോൾ വിശുദ്ധീകരണം നടക്കുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. മനസ്സിലായോ? ഈ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് പ്രസംഗിക്കും, ഇതൊന്നും പറയാറില്ല. കർത്താവ് മടങ്ങി വരുമ്പോൾ ഇത് സംഭവിക്കും, അവിടെ യുദ്ധം സംഭവിക്കും, ഇവിടെ അത് സംഭവിക്കും, ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ ആളുകളെ എന്താ പറയുക, ഇങ്ങനെ രസിപ്പിക്കും, ത്രസിപ്പിക്കും. പക്ഷേ ഇന്ന് അതിൻ്റെ പ്രായോഗിക തലത്തിലുള്ള പ്രസക്തി പറഞ്ഞു കൊടുക്കാറില്ല. എന്താ പ്രസക്തി? വിശുദ്ധിയോടെ ജീവിക്കണം അല്ലേ? തേജസ്കരണം പ്രാപിക്കുമെന്ന് പറയുന്നവൻ ശുദ്ധീകരണത്തിൽ നടക്കണം അല്ലേ? നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു, നീതീകരണം ശരിയായിട്ട് ലഭിച്ച ഒരു വ്യക്തി ശുദ്ധീകരണത്തിന്റെ പാതയിൽ നടക്കും. ശുദ്ധീകരണം ശരിയായിട്ട് നടക്കുന്ന വ്യക്തിക്ക് തേജസ്കരണം കർത്താവ് മടങ്ങി വരുമ്പോൾ നന്നു കൊടുക്കും. ഇത് ഒരൊറ്റ രക്ഷയാണ്, അല്ലാതെ 3 രക്ഷയല്ല. നീതീകരണം ലഭിച്ചു, ശുദ്ധീകരണം ഇല്ല, തേജസ്കരണം ലഭിക്കും, ഇതൊന്നും പറയാൻ പറ്റില്ല. നീതീകരണത്തിലൂടെ, ശുദ്ധീകരണത്തിലൂടെ തേജസ്കരണത്തിലേക്ക് നമ്മൾ പോവുകയാണ്. അതുകൊണ്ട് ശുദ്ധീകരണം നടക്കാത്ത വ്യക്തികൾ തേജസ്കരണത്തിന്റെ പ്രത്യാശയൊന്നും ഏറ്റുപിടിക്കരുത് അല്ലേ? നേരത്തെ പറഞ്ഞ കൊച്ചിനോട് പറയുന്നു, എടാ മോനെ, നീ കണക്കിലൊക്കെ തോറ്റു കിടക്കുകയാണെങ്കിൽ നീ എഞ്ചിനീയർ ആവുമെന്നൊന്നും പ്രത്യാശിക്കേണ്ട, സ്വപ്നമൊന്നും കാണണ്ട, അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്ന് വിശുദ്ധിയിൽ നടക്കുകയാണെങ്കിലേ കർത്താവ് മടങ്ങി വരുമ്പോൾ ഇതൊക്കെ സംഭവിക്കത്തുള്ളൂ അല്ലേ? അപ്പൊ ലക്ഷ്യബോധത്തോടുള്ള വിശുദ്ധ ജീവിതം നമ്മൾ ഇന്ന് നയിക്കണം, കർത്താവിന്റെ മടങ്ങി വരവിനെ മുന്നിൽ കണ്ടുകൊണ്ട്. ഇനി രണ്ടാമതായിട്ട് 1 കൊരിന്ത്യർ 15 51 മുതൽ 58 വരെയുള്ള വാക്യങ്ങൾ. അതില് 51 മുതൽ 57 നിങ്ങൾക്ക് പശ്ചാത്തലം മനസ്സിലാക്കാൻ വേണ്ടി വായിക്കണം. 58 കാതലായ വാക്യം. പക്ഷെ 58 മാത്രം എടുത്ത് വായിച്ചാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവത്തില്ല. അതുകൊണ്ട് 51 മുതൽ 57 വരെ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി പശ്ചാത്തലമാണ്. നമുക്ക് ഓടിച്ചങ്ങ് വായിക്കാം. മർമ്മം എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാട് നിങ്ങളോട് പറയാം. നാം എല്ലാവരും മരിക്കുകയില്ലെന്നാണ്. ഈ നിദ്ര എന്ന് പറഞ്ഞാൽ ഉറങ്ങുന്നതിനെ കുറിച്ചല്ല, നമ്മൾ എല്ലാവരും മരിക്കുകയില്ല. രൂപാന്തര കർത്താവ് മടങ്ങി വരുന്നതിനെ കുറിച്ചാണ് ഈ പറഞ്ഞത്. കർത്താവിന്റെ 2ാം വരവിനെ കുറിച്ച് പൗലോസ് ഒരു വെളിപ്പാട് കൊടുക്കുകയാണ്. എല്ലാ ക്രിസ്ത്യാനികളും മരിക്കത്തില്ല, കുറച്ച് ക്രിസ്ത്യാനികൾ കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവിച്ചിരിപ്പുണ്ടായിരിക്കും. നമ്മളുണ്ടോ ഇല്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാലും അങ്ങനെ ജീവിച്ചിരിക്കുന്നവർ കർത്താവ് മടങ്ങി വരുമ്പോൾ രൂപാന്തരം പ്രാപിക്കും. കണ്ണ് ചിമ്മുന്ന ആ ഒരു നൊടി നേരത്തിനുള്ളിൽ നടന്നിരിക്കും, 1 സെക്കൻഡ് പോലും എടുക്കത്തില്ലെന്നായി പറയുന്നത്. കാഹളം ധ്വനിക്കും. മരിച്ചവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കർത്താവിൽ മരിച്ചവർ, ക്രിസ്തയേശുവിൽ മരിച്ച മുന്നമേ വിശ്വാസികളായി ഇപ്പൊ മരിച്ചു കിടക്കുന്നവർ ഉയർത്തെഴുന്നേൽക്കും. നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. ദ്രവത്വം എന്ന് പറഞ്ഞാൽ അഴിഞ്ഞു പോകുന്ന അല്ലേ? നമ്മൾ ദ്രവത്വം എന്നുള്ള വാക്ക് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാമെന്ന് എനിക്കറിയില്ല. ദ്രവത്വം പറഞ്ഞാൽ ഈ ശരീരമൊക്കെ മരിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെയൊക്കെ ശരീരം അല്ലേ? എന്ന് പറഞ്ഞ പോലെ ഇങ്ങനെ ചീഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത് ഒരിക്കലും നശിച്ചു പോകാത്ത ഒരു ശരീരം പ്രാപിക്കും. അതാണ് തേജസ്കരണത്തിൽ പ്രാപിക്കുന്ന ശരീരത്തിന്റെ പ്രത്യേകത അല്ലെ? ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തുവിന്റെ ശരീരത്തിന് ഇനി മരണമില്ല എന്ന് പറഞ്ഞ പോലെ മരണമില്ലാത്തൊരു ശരീരം എനിക്ക് ലഭിക്കും. മർത്യം എന്ന് പറഞ്ഞാൽ മരിക്കുന്നത്. അതിനെ അമർത്യമായ ശരീരം പ്രാപിക്കും. അതായത് തേജസ്കരണം സംഭവിക്കുമ്പോൾ പഴയ നിയമത്തിലെ ഒരു വാക്യം, ഹോശേയ പ്രവാചകനിലുള്ള ഒരു വാക്യമാണ്, മരണമേ നിന്റെ ജയം എവിടെ? അതായത് മരണം എല്ലാ കാലത്തും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമല്ല. കർത്താവ് അതിനൊരു അന്ത്യം, മരണത്തിനൊരു മരണം വെച്ചിട്ടുണ്ട്, അന്ത്യം വെച്ചിട്ടുണ്ട് അല്ലേ? ഒരു നാൾ കഴിഞ്ഞാൽ പിന്നെ മനുഷ്യരാശിക്ക് മരണമില്ല. അത് ഏതാ നാള്? കർത്താവ് മടങ്ങി വരുമ്പോൾ.
അതുവരെ ഉള്ളൂ മനുഷ്യരാശിയിൽ ഈ മരണം എന്ന് പറയുന്ന പരിപാടി. അത് കഴിഞ്ഞാൽ പിന്നെ മരണമില്ല. അപ്പോൾ ആ മരണമേ നിന്റെ ജയം എവിടെ എന്നുള്ള കർത്താവിൻ്റെ ആ വലിയ രക്ഷയുടെ പ്രസ്താവന എപ്പോൾ സത്യമാകും? തേജസ്കരണം സംഭവിക്കുമ്പോൾ. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? തേജസ്കരണം സംഭവിക്കുമ്പോൾ മരണത്തിന്റെ മേലുള്ള യേശുക്രിസ്തുവിന്റെ ജയം പരിപൂർണമായിട്ടും യാഥാർത്ഥ്യമായി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇനി വായിച്ചാട്ടെ. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ ശക്തിയോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ജയം നൽകുന്ന ദൈവത്തിന്റെ സ്തോത്രം. ഈ മരണത്തിന്റെ മേൽ ജയാളിയായ കർത്താവിലൂടെ നമുക്കും മരണത്തിന്റെ മേൽ ജയമുണ്ട്. അതിപ്പോഴും ഉണ്ട് നമുക്ക്. പക്ഷെ അത് പരിപൂർണമായിട്ട് നമ്മുടെ ശരീരത്തിലേക്ക് വ്യാപരിക്കാൻ പോകുന്നത് എന്നാണ്? തേജസ്കരണം സംഭവിക്കുമ്പോൾ. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയാണ് പ്രായോഗിക തലത്തിലുള്ള കാര്യം. ഇത്രയും കാര്യം സത്യമായിരിക്കയാൽ കർത്താവ് മടങ്ങി വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് തേജസ്കരണം സംഭവിക്കുന്നത് കൊണ്ട് ഇന്നെന്താ അടുത്ത വാക്യം? ആകയാൽ. ഈ ആകയാൽ എന്നുള്ള വാക്ക് നിങ്ങൾ ബൈബിളിൽ എവിടെ കണ്ടാലും നോക്കിക്കോണം. അതിന് മുമ്പ് പറഞ്ഞ കാര്യം നിമിത്തം എന്തോ ഒരു കാര്യം പറയുകയാണ്. അതുകൊണ്ടാണ് ഈ ആകയാൽ. ഇത്രയും പറഞ്ഞ കാര്യം ശരിയായതുകൊണ്ട് ഇനി പറയുന്ന കാര്യം ശരിയാണെന്നാണ് എൻ്റെ അർത്ഥം, അല്ലേ? അതായത് തേജസ്കരണം സംഭവിച്ച് മരണം നീങ്ങും. അതുകൊണ്ട് ആകയാൽ പ്രിയ സഹോദരന്മാരെ, ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം ഒരു കാലത്തും വ്യർത്ഥമല്ലാത്തത് കൊണ്ടും കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരണം. അപ്പോൾ രണ്ടാമത്തെ പ്രായോഗിക തലത്തിലെ പ്രസക്തി സ്ഥിരതയുള്ള ദൈവവേല, അല്ലെങ്കിൽ ദൈവത്തെ സേവിക്കുക. കണ്ടോ, അവിടെ പറഞ്ഞിരിക്കുന്ന കേട്ടോ, മരണം ഒരു നാൾ ഉറപ്പായിട്ട് നീങ്ങി കർത്താവ് മടങ്ങി വന്ന് ഈ മരണത്തിനൊരു അന്ത്യം കൽപ്പിക്കുന്നത് കൊണ്ടാണ് കർത്താവിലുള്ള നമ്മുടെ ഒരു പ്രയത്നവും വൃഥാവല്ല. എന്നാൽ മരണം നീങ്ങിയില്ലെങ്കിൽ പ്രയത്നം വൃഥാവല്ലേ? ഇപ്പോൾ ഒരു മനുഷ്യൻ ജീവിതാന്ത്യത്തോളം കിടന്ന് പ്രയത്നിച്ചു, വീട് വെച്ചു, മക്കളെ കെട്ടിച്ചയച്ചു, ഇത് ചെയ്തു, അത് ചെയ്ത്, എല്ലാം കഴിഞ്ഞ് അവസാനം എവിടെ പോകും? ഇതെല്ലാം കൂടെ 6 അടി മണ്ണിനടി പോകും, അല്ലേ? നമുക്ക് എത്ര പേർക്കറിയാം നമ്മുടെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പനെ? ആ അപ്പൂപ്പൻ കടന്നുപോയ കഷ്ടപ്പാടൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ അപ്പൂപ്പൻ കടബാധ്യത മാറ്റിയതൊക്കെ നിങ്ങൾക്ക് അറിയാവോ? ആ അപ്പൂപ്പൻ വെച്ച വീട് ഓർമ്മയുണ്ടോ? ആ വീടിപ്പം മണ്ണായി പോയി, അല്ലേ? അപ്പം മരണം ചുമ്മാ നമ്മുടെ ശരീരം മരിച്ചു അടക്കപ്പെട്ടു എന്നുള്ളതല്ല, നമ്മുടെ പ്രയത്നവും നമ്മുടെ ജീവിതവും എല്ലാം തീരും അതോടെ, അല്ലേ? ഒരർത്ഥവും ഇല്ല ജീവിതത്തിന്. പക്ഷേ മരണത്തിന് അന്ത്യം ദൈവം കുറിച്ചിട്ടുണ്ട്. ക്രിസ്തേശുവിലായവർക്ക് അവരുടെ ജീവിതവും അവരുടെ പ്രയത്നവും മരണത്തോട് അവസാനിക്കുന്നില്ല, അല്ലേ? നമുക്കും മരണത്തോട് അവസാനം വരുന്നില്ല. നമ്മൾ മരിച്ചു പോയിട്ട് കർത്താവ് മടങ്ങി വരികയാണെങ്കിൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ കർത്താവ് മടങ്ങി വരികയാണെങ്കിൽ നമ്മൾ അപ്പോഴേ രൂപാന്തരം പ്രാപിച്ച് തേജസ്കരണം പ്രാപിച്ചു. നമ്മുടെ പ്രവൃത്തികളും മരിക്കുന്നില്ല. കാരണം എന്താണ്? നിത്യതയിൽ അത് ഓർക്കപ്പെടും. അതിൻ്റെതായ പ്രതിഫലം അവിടെ ലഭിക്കും. നിത്യതയിൽ നമ്മുടെ പ്രവൃത്തി നിമിത്തമുണ്ടായ അനന്തരഫലങ്ങൾ നമ്മൾ കണ്ടുകൊണ്ട് ജീവിക്കും, അല്ലേ? അപ്പൊ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രവൃത്തിയും വൃഥാവല്ല. കാരണം എന്താണ്? മരണം നീങ്ങുന്ന ഒരു നാളുണ്ട്. പറയുന്ന എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? പ്രായോഗികമായിട്ട് മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ക്രിസ്തയേശുവിലായിക്കഴിഞ്ഞാലുള്ള ഗുണം അതാണ്. എൻ്റെ ജീവിതം, എൻ്റെ പ്രവൃത്തികൾ മരണത്തോട് അവസാനിക്കുന്നില്ല. മനസ്സിലായോ? മരണത്തോട്. അതുകൊണ്ടാണ് അവിടെ പറഞ്ഞത്, നിങ്ങൾ ഉറച്ചവരും കുലുങ്ങാത്തവരുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവവേലയിൽ വർദ്ധിച്ചു വരണം. കാരണം ഒരു കാലത്തും ഇത് വ്യർത്ഥമായി പോവുകയില്ല. പ്രതിഫലം ഉറപ്പായിട്ടുണ്ട്. നാശം ഒരു കാലത്തും സംഭവിക്കത്തുമില്ല. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മൾ സ്ഥിരതയുള്ളവരായിരിക്കണം. അതാണ് അവിടെ കുലുങ്ങാത്തവരും ഉറപ്പുള്ളവരായിരിക്കുക എന്ന് പറഞ്ഞാലുള്ള അർത്ഥം. സ്ഥിരതയോടെ. അതായത് ഇതൊന്നും ഒരു നഷ്ടമല്ല. എന്ത് മെനക്കേടനും തയ്യാറാണ്, അല്ലേ? ഇപ്പം ഞാൻ തന്നെ 50 കിലോമീറ്ററാണ് എല്ലാ ആഴ്ചയും യാത്ര ചെയ്ത് ഇവിടെ വരുന്നത്, അല്ലേ? ഇത് വ്യർത്ഥമല്ല. എന്തുകൊണ്ടാണ്? കാരണം ഇത് പ്രതിഫലം സ്വർഗത്തിലുണ്ട്, അല്ലേ? നിങ്ങളെയൊക്കെ സ്വർഗത്തിൽ വെച്ച് കാണുമ്പം ഞാൻ കാണും, അന്ന് പഠിപ്പിച്ചതാണ്ട് തേജസ്കരണം പ്രാപിച്ചല്ലോ, അല്ലേ? അപ്പം അതിന് പ്രതിഫലമുണ്ട്, അതിന് അർത്ഥമുണ്ട്, പ്രസക്തിയുണ്ട്. ഇതൊന്നും വ്യർത്ഥമല്ല. ലോകത്തിന് വേണ്ടി ജീവിക്കുന്നത്, ലോകത്തിൽ ചെയ്യുന്ന കാര്യമൊക്കെ ചിലപ്പോൾ വ്യർത്ഥമായി പോകും. അതൊക്കെ മരണത്തോടെ കുഴിച്ചു മൂടേണ്ടി വരും ചിലപ്പോൾ. ലോകക്കാരനാണെങ്കിൽ എന്ത് ചെയ്താലും അത് മരണത്തിൽ പോകും, അല്ലേ? കുഴിച്ചിടുമ്പോൾ തീരും. അപ്പോൾ അത് നമുക്കങ്ങനില്ല. നമുക്ക് മരണമല്ല നമ്മുടെ അന്ത്യം. ഇനി മൂന്നാമത്തെ പ്രായോഗിക തലത്തിലെ കാര്യം നോക്കാം. 1 തെസ്സലോനിയർ 4:13 പിന്നെ 16 മുതൽ 18.
13-ാം വാക്യം ആദ്യം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു. അപ്പോൾ അപ്പോസ്തലൻ പറയാണ്, മരിച്ചവരെ കുറിച്ച് നിങ്ങൾ നല്ല വിവരമുള്ളവരായിരിക്കണം. നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ മറ്റുള്ളവരെ പോലെ ആകരുത് എന്ന് പറഞ്ഞാൽ അവിശ്വാസികളെ പോലെ ആകരുത്. അവർക്കെന്താണ്? അവർക്ക് പ്രത്യാശയൊന്നുമില്ല. അവർക്ക് മരിച്ചു കഴിഞ്ഞാൽ എന്താകുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല, പ്രത്യാശയില്ലാതിരിക്കണം. അപ്പോൾ അവര് പ്രത്യാശയില്ലാതെ എന്ത് ചെയ്യും? ദുഃഖിക്കും, മരണം സംഭവിക്കും. അല്ലേ? നമ്മുടെ വേണ്ടപ്പെട്ട ഒരാൾ മരിക്കുമ്പം പിന്നെ ലോട്ടറി പോലാണ്, എന്തോ ആയെന്ന് ആർക്കറിയാം, അല്ലേ? അതാണ് പ്രത്യാശയില്ലാത്തവർ. നമ്മളങ്ങനല്ല. നമ്മൾ മരണത്തെ അതിജീവിച്ച, മരണത്തിന് ശേഷം ഉയർത്തെഴുന്നേറ്റ കർത്താവിൽ വിശ്വസിക്കുന്നത് കൊണ്ട്, മരിച്ച വ്യക്തി വിശ്വാസിയാണെങ്കിൽ നമുക്ക് ഉറപ്പുണ്ടാകും ആ വ്യക്തിയെക്കുറിച്ച്, അല്ലേ? ആ വ്യക്തിക്ക് നിത്യതയുണ്ടെന്നുള്ള ഉറപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പ്രത്യാശ കൂടാതെ ദുഃഖിക്കരുത്. അതിനെക്കുറിച്ചാണ് കൂടുതൽ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും. വീണ്ടും രണ്ടാം വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുക, അല്ലേ? കാഹളമോതും, കർത്താവ് ഇറങ്ങി വരും. ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. ആദ്യം ഈ മരിച്ചവരാ ഉയർത്തെഴുന്നേക്കുന്നത്, നമ്മളല്ല. ജീവിച്ചിരിക്കുകയാണെങ്കിൽ, അന്ന് നമ്മൾ ജീവിച്ച് കർത്താവ് മടങ്ങി വരുമ്പോൾ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവർക്ക് മുൻപേ മരിച്ചു കിടക്കുന്ന ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികൾ, എല്ലാ ക്രിസ്ത്യാനിയല്ല, ശരിക്കും രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ അവര് ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ. അങ്ങനെ അങ്ങനെ രക്ഷിക്കപ്പെട്ട എല്ലാവരും രൂപാന്തരം പ്രാപിച്ച് കർത്താവിനോട് കൂടെ ഇരിക്കും. കണ്ടോ, ഇതാണ് നമ്മുടെ പ്രത്യാശ. നമ്മുടെ പ്രത്യാശ മരിച്ചു കുഴിച്ചിട്ടു പിന്നെ ബാക്കിയൊന്നുമില്ല, അറിഞ്ഞൂടാന്നല്ല. കർത്താവ് മടങ്ങി വരുമ്പോൾ രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന രക്ഷിക്കപ്പെട്ടവർ രൂപാന്തരം. ഇതല്ലേ തേജസ്കരണം? ഈ തേജസ്കരണം മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ അന്യോന്യം ആശ്വസിപ്പിക്കണം. എന്തിനായിട്ട്? പ്രത്യാശയില്ലാത്ത ദുഃഖിക്കുന്നവരെ പോലെ ആകാതിരിപ്പാൻ. അല്ലേ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പം മരണം സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ ദുഃഖവേളയിൽ എന്ത് ചെയ്യണം? നമുക്ക് ആശ്വാസം നൽകുന്നതാണ് ഈ തേജസ്കരണത്തിൻ്റെ വിഷയം, അല്ലേ? ആശ്വാസമുള്ള ദുഃഖം, ദുഃഖാചരണം എന്നും വേണേൽ പറയാം, അല്ലേ? നമുക്ക് ദുഃഖമില്ല എന്നല്ല പറഞ്ഞത്. ഒരു വ്യക്തി മരിക്കുമ്പോൾ ദുഃഖമൊക്കെ വരും, പക്ഷെ ദുഃഖത്തിന്റെ കൂടെ എന്തുണ്ട്? ആശ്വാസമുണ്ട്. ഇത് അല്പകാലത്തേക്കേ ഉള്ളൂ, ഇത് താൽക്കാലികമാണ്. കർത്താവ് മടങ്ങി വരുമ്പോൾ ആ വ്യക്തിയെ വീണ്ടും കാണും, അല്ലേ? മറ്റേതങ്ങനല്ല, ഇനി കാണുമെന്നൊന്നും വലിയ ഉറപ്പൊന്നുമില്ല. ആ വിശ്വാസി മരിക്കുമ്പോൾ നമുക്ക് ഗുണമുണ്ട്, നമ്മളിനി കാണും, വീണ്ടും കർത്താവ് മടങ്ങി വരുമ്പോൾ വീണ്ടും കാണും, അല്ലേ? അങ്ങനൊരു ആശ്വാസം നമുക്കുള്ളത് കൊണ്ട് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുത്, വ്യസനിക്കരുതെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കണ്ടോ, പ്രായോഗിക തലത്തിൽ ഈ തേജസ്കരണത്തിൻ്റെ 3 പ്രസക്തികളാണ് നമ്മൾ കണ്ടത്, അല്ലേ? 3 ഗുണങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട 3 ഗുണങ്ങൾ. എന്താണ്? വിശുദ്ധ ജീവിതം, ലക്ഷ്യബോധത്തോടെ നമ്മൾ ജീവിക്കും. അന്ന് ഞാൻ പൂർണ്ണ മഹത്വീകരണം പ്രാപിക്കണമെങ്കിൽ ഇന്ന് ഞാൻ ശുദ്ധീകരണത്തിൽ ജീവിക്കണം ദൈനംദിന ജീവിതത്തിൽ, അല്ലേ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എൻ്റെ പ്രവൃത്തികളൊന്നും വ്യർത്ഥമായി പോകത്തില്ല, മരണത്തോടെ അവസാനിക്കാൻ പോകുന്നില്ല. മരണത്തിന് അപ്പുറത്തൊരു ഉയർപ്പ് എനിക്ക് കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോഴുള്ള എല്ലാ പ്രവൃത്തികളും അതിൻ്റെതായ മാനമുണ്ട് അതിനല്ലേ, അത് പ്രസക്തമാണ്, അത് വ്യർത്ഥമല്ല. അതുകൊണ്ട് ഞാൻ സ്ഥിരതയോടെ ദൈവം ഏൽപ്പിക്കുന്ന വേലകളെല്ലാം, ഈ ദൈവവേല എന്ന് പറഞ്ഞാൽ സുവിശേഷീകരണവും പ്രസംഗവും മാത്രമല്ല, നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാ ഉത്തരവാദിത്തങ്ങളും, അതാണ് ദൈവവേല. പിന്നെ സുവിശേഷീകരണവും ശുശ്രൂഷ എല്ലാം അതിനകത്ത് കടന്നു വരും. പിന്നെ മൂന്നാമതായിട്ട് മരണമുഖത്ത് നമുക്ക് ദുഃഖമുണ്ടേലും ആശ്വാസം. കാരണം അന്ത്യവാക്ക് കർത്താവ് മരണത്തിനല്ല കൊടുത്തിരിക്കുന്നത്. കർത്താവ് മടങ്ങി വരുമ്പോൾ ആ രക്ഷിക്കപ്പെട്ട വ്യക്തി വീണ്ടും ഉയർത്തെഴുന്നേൽക്കും, അല്ലേ? അങ്ങനെ 3 കാര്യങ്ങൾ നമ്മൾ കണ്ടു. നമ്മൾ ഇന്നത്തോടെ ഈ വിശ്വാസം എന്നുള്ള വിഷയം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒന്നെല്ലാം ഉപസംഹരിച്ച് പറയട്ടെ. നമ്മൾ മാനസാന്തരം എന്ന വിഷയം പഠിച്ചു. രണ്ടാമതായിട്ട് തുടങ്ങിയതാണ് വിശ്വാസം എന്നുള്ള വിഷയം. നമ്മൾ എന്താ ഇതുവരെ കണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്ന് ഓർപ്പിക്കട്ടെ. നമ്മൾ ഒന്നാമതായിട്ട് കണ്ടു എന്താണ് വിശ്വാസം, അല്ലേ? വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വെളിപ്പാടിൽ എനിക്ക് ഉറപ്പും നിശ്ചയവും ഉണ്ടായിട്ട് ഞാൻ ദൈവത്തിൽ ആശ്രയം വെക്കുന്നതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറയുന്നത്, അല്ലേ? എനിക്ക് ദൈവത്തിൻ്റെ വെളിപ്പാട് നിമിത്തം അവൻ്റെ വചനത്തിൽ ഉറപ്പും നിശ്ചയവും വന്നിട്ട് അത് കാരണം ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുകയാണ്, അല്ലേ? അതിനെയാണ് നമ്മൾ വിശ്വാസം എന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് നമ്മൾ കണ്ടു വിശ്വാസത്തിൻ്റെ
സവിശേഷതകൾ. അല്ലെ, വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേര് വിശ്വാസം എന്ന് പറയുന്നുണ്ട്. എല്ലാ വിശ്വാസവും വചനപ്രകാരമുള്ള വിശ്വാസമല്ല. വചനത്തിൽ പറഞ്ഞിരിക്കുന്ന സത്യവിശ്വാസത്തിന് 4 ഗുണഗണങ്ങൾ നമ്മൾ പറഞ്ഞു. അല്ലെ, ഒന്നാമതായിട്ട് അത് വ്യക്തിപരമായ വിശ്വാസമാണ്. അല്ലാതെ ബൈബിള് പഠിപ്പിക്കുന്ന ഉപദേശങ്ങൾ ബുദ്ധിപരമായി മനസ്സിലാക്കിയിട്ട് തലയാട്ടുന്നതല്ല വിശ്വാസം. ബുദ്ധിപരമായിട്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയാം, അതല്ല വിശ്വാസം. വ്യക്തിപരമായിട്ട് ദൈവവുമായിട്ടൊരു ബന്ധം കടന്നു വന്നിട്ട് ആ ബന്ധത്തിൽ ഞാൻ ദൈവവുമായിട്ട് ആശ്രയം വെച്ച് പുലർത്തണം. അപ്പോൾ അത് വ്യക്തിപരമായ വിശ്വാസമാണ്. അല്ലേ? രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞു വിശ്വാസം വസ്തുനിഷ്ഠമാണ്. എന്ന് പറഞ്ഞാൽ ഈ വചനത്തിൽ പറയുന്ന കാര്യങ്ങൾ സങ്കല്പമല്ല, അന്ധവിശ്വാസമല്ല. ഇതൊക്കെ ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളാണ്. യേശുക്രിസ്തു വന്നു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു എന്നൊക്കെ പറയുന്നത് ചരിത്രത്തിൽ സംഭവിച്ച കാര്യങ്ങളല്ലാതെ മതപരമായിട്ട് ആർക്കാണ്ടോ തോന്നിയ സങ്കല്പമല്ല, അന്ധവിശ്വാസമല്ല. ഇത് വിശ്വാസം സംഭവിച്ച കാര്യങ്ങളാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അല്ലെ? മൂന്നാമതായിട്ട് നമ്മൾ കണ്ടു വിശ്വാസം പ്രായോഗികമാണ്. അതെൻ്റെ ജീവിതത്തിൽ സൽപ്രവർത്തികൾ ഉളവാക്കണം. സൽപ്രവർത്തികൾ ഉളവാക്കാത്ത വിശ്വാസം മരിച്ച വിശ്വാസമാണ്. നാലാമതായിട്ട് നമ്മൾ കണ്ടു വിശ്വാസം തുടർമാനമാണ്. ആദ്യ വിശ്വാസം അവസാനത്തോളം കാത്തു സൂക്ഷിച്ചാലേ നമുക്ക് രക്ഷ പരിപൂർണമായിട്ട് ലഭിക്കുള്ളൂ. ഇന്ന് തന്നെ നമ്മൾ കണ്ടില്ലേ, രക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ നീതീകരണം പ്രാപിച്ചു, തുടർമാനമായിട്ട് ഞാൻ വിശ്വസിക്കുമ്പോൾ ശുദ്ധീകരണം സംഭവിച്ച് കർത്താവ് മടങ്ങി വരുന്ന നാളും ഞാൻ വിശ്വാസത്തിൽ നിന്നാലേ എനിക്ക് എന്ത് സംഭവിക്കുള്ളൂ? തേജസ്കരണം സംഭവിക്കുള്ളൂ. അപ്പോൾ ആദ്യ വിശ്വാസം അവസാനത്തോളം നമ്മൾ തുടർന്നാലേ നമുക്ക് ദൈവത്തിൻ്റെ രക്ഷ പ്രാപിക്കാൻ കഴിയുള്ളൂ. പിന്നെ നമ്മൾ കണ്ടതെല്ലാം നീതീകരണത്തെക്കുറിച്ചും ശുദ്ധീകരണത്തെക്കുറിച്ചും പിന്നെ ഇന്ന് നമ്മൾ തേജസ്കരണത്തെക്കുറിച്ചും വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ചും നമ്മൾ കണ്ടു. അല്ലേ? അപ്പോൾ ഒരു ചോദ്യം കടന്നു വരുന്നത്, ഈ വിശ്വാസം എങ്ങനെ കിട്ടും? ഇതൊക്കെ കൊള്ളാം, വിശ്വാസികൾക്ക് ഇതെല്ലാം കിട്ടുമെന്ന് പറഞ്ഞു, എനിക്കെങ്ങനെ വിശ്വാസം വരും? അല്ലേ? വിശ്വാസത്തിൽ ഞാൻ എങ്ങനെ വർദ്ധിക്കും? ഒരിക്കലും കർത്താവിൻ്റെ ശിഷ്യന്മാർ യേശുക്രിസ്തുവിൻ്റെ അടുക്ക വന്നിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, കർത്താവെ ഞങ്ങളുടെ വിശ്വാസം ഒന്ന് വർദ്ധിപ്പിച്ചു തരണമെന്ന്. അല്ലേ? അപ്പോൾ വിശ്വാസം എങ്ങനെ വരുമെന്നും കൂടെ നോക്കിയിട്ട് നമുക്ക് വിശ്വാസം എന്നുള്ള വിഷയം വിടാം. ഒന്നാമതായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വിശ്വാസം ഒരു ദാനമാണ്. ദൈവം നമുക്ക് നൽകുന്ന ദാനമാണ്. ആ വാക്യങ്ങൾ വായിച്ച എഫീസ്യ ലേഖനം 2:8 അതാണ് കർപ്പിച്ച വാക്യം. നിങ്ങളെല്ലാം കണ്ടല്ലോ, അതാണ് കാണാൻ പഠിക്കേണ്ട വാക്യം, മനപ്പാഠമാക്കേണ്ട വാക്യം. എഫീസ്യ ലേഖനം 2:8. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം. അവിടെ ആ ദാനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് രക്ഷയാകട്ടെ, കൃപയാകട്ടെ, വിശ്വാസമാകട്ടെ, എല്ലാത്തിനും കൂടെ ചേർത്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ദാനമാകുന്നു. വിശ്വാസം മാത്രമല്ല, രക്ഷ, കൃപ, വിശ്വാസം എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ പുകഴുവാൻ ഒരു കാരണവും ഇല്ല. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവത്തിന്റെ ദാനമാണ്. ഫിലിപ്പിയ ലേഖനം 1:29 അവിടെ കഷ്ടത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. കഷ്ടത ഒരു വരമാണെന്ന്. പക്ഷെ ആദ്യം പറഞ്ഞിരിക്കുന്ന കേട്ടോ, വിശ്വസിക്കുന്നതും ദൈവം നമുക്കൊരു വരമായിട്ട് നൽകുന്നതാണ്. അങ്ങനെ വിശ്വസിക്കുവാൻ വരം ലഭിച്ചവർക്കെല്ലാം ഒരു വരവും കൂടെ ഫ്രീ ആയിട്ട് കിട്ടും. അതാണ് കഷ്ടത. അല്ലെ? ചില കടയിൽ പോകുമ്പോൾ ഒരു സാധനം വാങ്ങിച്ചവരോട് ഫ്രീ എന്ന് പറയും. അന്ന് പറഞ്ഞ പോലെ വിശ്വസിക്കാനുള്ള ദാനം ലഭിച്ചവർക്ക് അതിൻ്റെ കൂടെ കിട്ടുന്ന കഷ്ടതയും കൂടെ, കർത്താവിന് വേണ്ടി കഷ്ടത സഹിച്ചു. അപ്പോൾ അവിടെ രണ്ടിടത്തും പറഞ്ഞു, എഫീസ്യ ലേഖനം 2:8 ഫിലിപ്പിയർ 1:29 പറഞ്ഞിരിക്കുന്നത് എന്താണ്? വിശ്വാസം ദൈവം നൽകുന്ന ദാനമാണ്. അപ്പോൾ ഒരു ചോദ്യം വരും, ഈ ദാനം എനിക്ക് എങ്ങനെ ലഭിക്കും? അല്ലേ? ഈ ദാനം ദൈവത്തിൽ നിന്ന് എനിക്ക് എങ്ങനെ ലഭിക്കും? അതുകൊണ്ടാണ് അടുത്ത വാക്യം റോമാലേഖനം 10:17. എവിടെ വെച്ചാൽ ഈ ദാനം നമുക്ക് ലഭിക്കുന്നത്? അപ്പൊ ദൈവവചനം കേൾക്കണം. അല്ലേ? ദൈവവചനം കേൾക്കുമ്പോഴാണ് ദൈവം എനിക്ക് വിശ്വാസം ദാനമായി നൽകുന്നത്. അല്ലേ? അപ്പൊ വചനം ശ്രദ്ധയോടെ കേൾക്കണം. അതുകൊണ്ടാണ് ഈ പറയുന്നത് മിണ്ടാതിരിക്കണം, ഉറങ്ങാതിരിക്കണം എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ദുഷ്ടൻ പ്രസംഗം തുടങ്ങുമ്പോൾ ഇതെല്ലാം കൊണ്ടുവരും, ബഹളം കൊണ്ടുവരും, ഉറക്കം കൊണ്ടുവരും, വേറെ ചിന്തകൾ വരും. അല്ലേ? എന്താണ്? വിശ്വാസം ലഭിക്കുന്ന സമയം അത്. അപ്പം തന്നെ പ്രശ്നം വരും. അല്ലേ? ഫോൺ വരും. അല്ലെ? പെട്ടെന്നൊരു ചിന്ത വരും വീട്ടിൽ, അയ്യോ ഗ്യാസ് അടച്ചോ, എല്ലാം മനസ്സിൽ വരുന്നത് എപ്പോഴാണ്? പ്രസംഗം തുടങ്ങുമ്പോൾ. അതുവരെ പാട്ട് പാടിയപ്പോൾ ആർക്കും ഉറക്കം വന്നില്ലല്ലോ. അതെന്താണ്? ദുഷ്ടൻ അറിയാം, പാട്ടിക്കൂടെ ഒന്നും അല്ല വിശ്വാസം വരുന്നത്. ദൈവവചനം കേൾക്കണം. അല്ലേ? അപ്പൊ വിശ്വാസം ദൈവം നൽകുന്ന ഒരു ദാനമാണ്. വചനത്തിലൂടെയാണ് എനിക്ക് ആ വിശ്വാസം ദൈവം നൽകുന്നത്. ഇനി മൂന്നാമതൊരു കാര്യം കൂടെ നമ്മൾക്ക് പ്രാപിച്ചാലേ പറ്റത്തുള്ളൂ. അത് ഞാൻ ഓടിച്ചു പറയാം.
കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ 2 പ്രാവശ്യമേ വലിയ വിശ്വാസം എന്ന് എടുത്തു പറഞ്ഞിട്ടുള്ളൂ. 2 വ്യക്തികളുടെ കാര്യത്തിൽ കർത്താവ് പറഞ്ഞു നിങ്ങളുടെ വിശ്വാസം വലിയ വിശ്വാസമാണെന്നുള്ളത്. കർത്താവ് സാധാരണ അങ്ങനെ ആരുടെയും വിശ്വാസത്തെക്കുറിച്ചൊന്നും പറയാറില്ല. അപ്പോഴാണ് ഇവിടെ 2 വ്യക്തികൾ, ഒന്ന് ഒരു പുരുഷനും മറ്റേതൊരു സ്ത്രീയുമാണ്. പുരുഷൻ ഒരു ശതാധിപനാണ്, എന്ന് പറഞ്ഞാൽ സൈന്യത്തിലെ ഒരു വലിയ അധികാരിയാണ്, ഒരു ഓഫീസറാണ്, ഒരു ആർമി ഓഫീസർ എന്നൊക്കെ പറയുന്ന പോലെ. ശതം എന്ന് പറഞ്ഞാൽ 100, ഇപ്പം 100 പേരുടെ മേളിൽ നിൽക്കുന്ന ഒരു കമാൻഡർ എന്നൊക്കെ പറയുന്ന പോലെ ശതാധിപൻ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഒരു ബാല്യക്കാരൻ വയ്യാതെ കിടക്കുന്നു, അവന് സൗഖ്യം വരാൻ വേണ്ടി കർത്താവ് വരണം. അപ്പോൾ കർത്താവ് ഇറങ്ങിത്തിരിക്കാൻ ഞാൻ വരാമെന്നും പറഞ്ഞു. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, നീ വരുമൊന്നും വേണ്ട, നീ എൻ്റെ പുരയ്ക്കകത്ത് കയറാൻ ഞാൻ യോഗ്യനല്ല, നീ കൽപ്പിച്ചാൽ മതി. ഞാനും അധികാരത്തിൽ നിൽക്കുന്ന ഒരു ഓഫീസറാണ്, ഞാൻ പറഞ്ഞാൽ എൻ്റെ 100 വേലക്കാർ ഓരോന്ന് ചെയ്യും, നീ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്, കർത്താവ് ആ ഉത്തരം കേട്ട് ആശ്ചര്യപ്പെട്ടു. യേശു ആശ്ചര്യപ്പെട്ടത് 2 പ്രാവശ്യമാണ് നമ്മൾ ബൈബിൾ വായിക്കുകയാണെങ്കിൽ. ഒന്ന് ഈ പറഞ്ഞ സ്ഥലത്താണ് വിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു. രണ്ടാമത് തൻ്റെ സ്വന്തം ഗ്രാമത്തിൽ പോയി, സ്വന്തം പള്ളിയിൽ പോയപ്പോൾ അവരുടെ അവിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു. യഹൂദന്മാരുടെ അവിശ്വാസം കണ്ട് ആശ്ചര്യപ്പെട്ടു. യഹൂദനല്ലാത്ത വിജാതീയനായ ഈ സേനാധിപതിയുടെ, ഈ ശതാധിപന്റെ വിശ്വാസം കണ്ടപ്പോൾ ആശ്ചര്യപ്പെട്ടു. അല്ലേ? 2 പ്രാവശ്യം യേശു ക്രിസ്തു ആശ്ചര്യപ്പെടാറുള്ളൂ. രണ്ടാമത്തെ കഥ അവിടെ പറഞ്ഞിരിക്കുന്നത് മത്തായി 15-ന്റെ 21 മുതൽ 22 മുതലുള്ള വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്, അതൊരു സ്ത്രീയുടെ, അതും ഒരു വിജാതീയ സ്ത്രീയാണ്, ഒരു യഹൂദ സ്ത്രീ അല്ല. അല്ലേ? ഒരു സ്ത്രീ കടന്നു വന്നിട്ട് പറയുകയാണ്, എൻ്റെ മോൾക്ക് ഭൂതം പിടിച്ചിരിക്കുകയാണ്, നീ വന്ന് സൗഖ്യപ്പെടുത്തണം. അപ്പോൾ കർത്താവ് മിണ്ടാതിരിക്കുക. അല്ലേ? കർത്താവ് ഒന്നും ചെയ്യുന്നില്ല. സാധാരണ കർത്താവ് അങ്ങനെയൊന്നും ചെയ്യാത്ത വ്യക്തിയാണ്. ആര് വന്ന് എന്ത് ചോദിച്ചാലും ഇറങ്ങിത്തിരിക്കുന്നത്. പക്ഷേ കർത്താവ് മിണ്ടാതിരുന്നു. അപ്പോൾ ശിഷ്യന്മാർ പറഞ്ഞു, ഇവിടെ കിടന്ന് ഭയങ്കര നിലവിളി. അല്ലേ? അപ്പോൾ കർത്താവ് പറഞ്ഞു, എന്നെ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി മാത്രം അയച്ചാണ്, ഈ വിജാതീയരുടെ ഇടയിൽ നിന്ന് എന്നെ വിടത്തില്ലെന്ന്. അല്ലേ? കർത്താവ് ഇതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ? ആ സ്ത്രീയുടെ ഉള്ളിരിക്കുന്ന വിശ്വാസം പുറത്തു വരാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് അവസാനമേ മനസ്സിലാകത്തുള്ളൂ. അല്ലാതെ കർത്താവ് അങ്ങനെ വിജാതീയരെയൊക്കെ മാറ്റി നിർത്തുന്ന ഒരു വ്യക്തിയല്ല. ഈ ശതാധിപതി നമ്മൾ കഴിഞ്ഞു കാണുമല്ലോ. അപ്പോൾ കർത്താവ് പറഞ്ഞു, അങ്ങനെ പറ്റത്തില്ല, കുഞ്ഞുങ്ങൾക്കുള്ള ആഹാരം എടുത്ത് വഴിയെ പോകുന്ന നായ്ക്കൾക്കൊന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഈ നായെന്നുള്ളത് യഹൂദന്മാർ ജാതിയരെ വിളിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. കാരണം നായെന്ന് പറയുന്ന, പട്ടി എന്ന് പറയുന്ന മൃഗം യഹൂദന്മാർക്ക് അശുദ്ധമായിരുന്നു. അപ്പോൾ അശുദ്ധിയുടെ ഒരു ചിഹ്നമായിരുന്നു നായ എന്നുള്ളത്. അതുകൊണ്ട് അവര് യഹൂദന്മാരല്ലാത്ത ജാതിയരെ ഈ നായ എന്നാണ് പറയുന്നത്. അല്ലാതെ നമ്മുടെ മലയാളം ഭാഷയിലെ പട്ടി വിളി അല്ല ഇത്. കേട്ടോ? പട്ടി എന്ന് വിളിക്കുകയല്ല ആരെങ്കിലും. അപ്പോൾ ഈ നായ്ക്കൾക്ക് കൊടുക്കാൻ കുഞ്ഞുങ്ങളുടെ ഭക്ഷണം പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ആ സ്ത്രീ എന്ത് പറഞ്ഞു? ഈ ഭക്ഷണമൊന്നും എനിക്ക് വേണ്ടെന്നേ, ഈ മേശപ്പുറത്തുനിന്ന് വീഴുന്ന നുറുക്കുകളുണ്ടല്ലോ, താഴെ വീഴുന്ന, അത് പട്ടികൾക്ക് എടുക്കാമല്ലോ, അത് മതി കർത്താവ്, എൻ്റെ കുഞ്ഞിൻ്റെ ഭൂതം മാറിപ്പോകും. അപ്പോൾ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയ വിശ്വാസം. ഈ 2 കഥകളിലും കോമൺ ആയിട്ടുള്ള ഒരുപോലെ ഇരിക്കുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? താഴ്മ. അത് നിങ്ങൾ കണ്ടോ? ശതാധിപൻ പറയുകയാണ്, എൻ്റെ പുരയിലേക്ക് കടന്നു വരാൻ ഞാൻ യോഗ്യനല്ല കർത്താവേ. ഈ സ്ത്രീയെ നായെന്ന് പറയുമ്പോൾ ഞാൻ നായ തന്നെ, എനിക്ക് ഞാൻ കുഞ്ഞൊന്നുമല്ല, എനിക്ക് കുഞ്ഞുങ്ങളുടെ ഭക്ഷണവും വേണ്ട, ഒരു നായെപ്പോലെ കരുതി താഴെ വീഴുന്ന നുറുക്ക് നന്നാ മതി. അല്ലേ? ഈ 2 വ്യക്തികൾക്കും കർത്താവിനെ കുറിച്ച് വലിയ വിശ്വാസമാണ്. അല്ലേ? മറ്റേ ശതാധിപൻ പറഞ്ഞ ഒരു വാക്ക് പറഞ്ഞാൽ മതി കർത്താവ് സൗഖ്യം വരും. ഈ പുള്ളിക്കാരി പറയുകയാണ്, ഒരു നുറുക്ക് കിട്ടിയാൽ മതി എൻ്റെ മോളുടെ ഭൂതം മാറിപ്പോകുന്നു. അപ്പോൾ കർത്താവിനെ കുറിച്ച് വലിയ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. അവരെക്കുറിച്ച് താഴ്മയോടെ അവർ താഴ്ത്തുന്നവരായിരുന്നു. അല്ലേ? ഞാൻ യോഗ്യനല്ല കർത്താവ് എൻ്റെ വീട്ടിൽ വരാൻ. അല്ലേ? ശതാധിപൻ പറയാണ്, ഞാൻ യോഗ്യനല്ല കർത്താവ്. ഈ സ്ത്രീ പറയാണ്, ഞാൻ ഒരു നാഥനാണ്, അല്ല ഞാൻ എന്നെ പട്ടിന്നൊക്കെ വിളിക്കുന്നതെന്ന് പറഞ്ഞാൽ അവര് വഴക്കിടാൻ പോയില്ല, കേസിന് പോയില്ല. പ്രസംഗകൻ എന്നെ നായെന്ന് വിളിച്ചു എന്ന് പറഞ്ഞില്ല. യേശു നായെന്ന് വിളിച്ചപ്പോൾ ഞാൻ നാഥനാ, എനിക്ക് നായ്ക്കുള്ളത് ആ നുറുക്ക് തന്നാൽ മതി, സൗഖ്യം ലഭിക്കും. അല്ലേ? അപ്പോൾ വലിയ വിശ്വാസം വേണമെങ്കിൽ താഴ്മ വേണം. എന്നെക്കുറിച്ച് വലിയ ഉന്നത ഭാവം പാടില്ല, കർത്താവിനെ കുറിച്ച് ഉന്നതമായ കാഴ്ചപ്പാട് വേണം. അപ്പോൾ വിശ്വാസം നമുക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദൈവവചനം കേൾക്കുമ്പോഴാണ് എനിക്കത് ലഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കണം. മൂന്നാമതായിട്ട്, ദൈവത്തിൻ്റെ മുൻപാകെ താഴ്മയുള്ള ഹൃദയങ്ങൾക്കേ ദൈവം വിശ്വാസം കൊടുക്കുകയുള്ളൂ. താഴ്മയുള്ളവർക്ക് ദൈവം കൃപ കൊടുക്കുമെന്ന് പറയുന്നത് പോലെ വിശ്വാസവും കടന്നു വരുന്നത് നമ്മൾ താഴ്മയുള്ളവരായിരിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ നമുക്ക് താഴ്മയുള്ളവരായി നിന്നുകൊണ്ട് ദൈവവചനം ശ്രദ്ധയോടെ കേട്ട് വിശ്വാസം എന്ന ദാനം പ്രാപിക്കാം.
നമ്മളിന്ന് കണ്ടല്ലോ, ഈ കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം കണ്ടത് രക്ഷാവിശ്വാസത്താലാണ്. നീതീകരണമാകട്ടെ, ആദ്യം രക്ഷിക്കപ്പെടുന്നതാകട്ടെ, മുന്നോട്ടുള്ള യാത്രയിൽ ശുദ്ധീകരണം പ്രാപിക്കുന്നതാകട്ടെ, അവസാനം കർത്താവ് വന്ന് അന്ന് നിലനിന്ന് എന്താ പറയുക, വിശ്വാസത്തിൽ നിലനിന്നാലേ അന്ന് നമ്മൾ മഹത്വീകരണം പ്രാപിക്കത്തുള്ളൂ, തേജസ്കരണം പ്രാപിക്കുക. എല്ലാം വിശ്വാസത്താലാണ് അല്ലേ? തുടർമാനമായിട്ട് വിശ്വാസത്തിൽ നിലനിന്നാലേ രക്ഷയുടെ ഈ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോവുകയുള്ളൂ. അതുകൊണ്ട് വിശ്വാസം വളരെ സുപ്രധാനമായ ഒരു വിഷയമാണ്. അപ്പം നമ്മൾ താഴ്മയുള്ള ഹൃദയങ്ങളുമായി ദൈവസന്നിധിയിൽ കടന്നു വന്ന് ആ ദാനത്തിനായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവെ, വചനം കേൾക്കുമ്പോൾ എനിക്ക് വിശ്വാസം നൽകണമേ. ദൈവിക വെളിപ്പാട് നിമിത്തം വചനത്തിൽ ഉറപ്പും നിശ്ചയവും എനിക്ക് ലഭിച്ചിട്ട് ദൈവത്തിൽ ആശ്രയിക്കണം. അതല്ലേ വിശ്വാസം. ആ ദാനം എനിക്ക് നൽകണമെന്നുള്ള പ്രാർത്ഥന എപ്പോഴും ദൈവവചനത്തിന് മുൻപാകെ വരുമ്പോൾ നമ്മൾക്ക് നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. നമുക്ക് ഒരു നിമിഷം കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. കേട്ട വചനത്തോട് പ്രതികരിക്കാം. കർത്താവിൻ്റെ രണ്ടാം വരവിൽ നമുക്ക് തേജസ്കരണം സംഭവിക്കുമെന്ന് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. നീതീകരണത്തിൽ ആരംഭിച്ച ആ രക്ഷാപദ്ധതിയുടെ പൂർത്തീകരണം, ആ പ്രത്യാശ നിവർത്തി കർത്താവിൻ്റെ രണ്ടാം വരവിൽ തേജസ്കരണത്തിൽ സംഭവിക്കുന്നു. താഴ്ചയിൽ കിടക്കുന്ന നമ്മുടെ ശരീരങ്ങൾക്ക് രൂപാന്തരം സംഭവിച്ച് കർത്താവിൻ്റെതുപോലെ ഉയിർപ്പിൻ്റെ മഹത്വമുള്ള തേജസ്സുള്ള ശരീരം നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ഇന്ന് നമ്മൾ വിശുദ്ധിയിലും സ്ഥിരതയുള്ള ദൈവവേലയിലും ആശ്വാസത്തിലും നടക്കുവാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ പ്രത്യാശ നമ്മുടെ ഉള്ളത്തിൽ വ്യാപരിക്കാനായിട്ട്, മരണഭയം നീങ്ങി പ്രത്യാശയുള്ള ഹൃദയങ്ങളും കൊണ്ട് ഭവനത്തിലേക്ക് മടങ്ങിപ്പോവാനായിട്ട് പ്രാർത്ഥിക്കാം. ശരീരത്തിലുള്ള എല്ലാ പ്രയാസങ്ങൾക്കും ഒരു നാൾ അറുതി വരുമെന്നുള്ള വിശ്വാസത്തോടെ അവനിൽ ആശ്രയിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വലിയവനായ കർത്താവേ, ഇന്നീ കേൾപ്പിച്ച ഈ നല്ല വചനത്തിനായിട്ട് സ്തോത്രം. രണ്ടാം വരവിൽ കർത്താവ് ഞങ്ങൾക്ക് തേജസ്കരണം സംഭവിക്കുമെന്ന് കർത്താവ് ഞങ്ങൾ വചനത്തിൽ കണ്ടു. അതിനായിട്ട് സ്തോത്രം. നീതിമാൻ എന്ന പദവി നൽകി ശുദ്ധീകരണത്തിലൂടെ വിശുദ്ധി പ്രാപിച്ച് കർത്താവെ സ്വഭാവത്തിൽ രൂപാന്തരം സംഭവിച്ച് അന്ത്യത്തിൽ ഞങ്ങളുടെ ശരീരം നാശത്തിൽ പോകാതെ ഉയിർപ്പിൻ്റെ ശരീരമായി മാറുമല്ലോ കർത്താവെ. അതിനായിട്ട് സ്തോത്രം. ഇന്ന് ഞങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന എല്ലാ വ്യാധികളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും കുറവുകളും ബലഹീനതകൾക്കും അന്ത്യം കുറിക്കുന്നൊരു ദിവസം കടന്നു വരുന്നല്ലോ. അതിനായിട്ട് സ്തോത്രം. താഴ്ചയിലും വീഴ്ചയിലും കടന്നുപോയ ഈ ശരീരത്തെ നീ രൂപാന്തരപ്പെടുത്തി മഹത്വത്താൽ നിറയ്ക്കുമല്ലോ. അതിനായിട്ട് സ്തോത്രം കർത്താവെ. ദൈവമായ കർത്താവ്, ഈ വലിയ തേജസ്കരണത്തിൻ്റെ പ്രത്യാശയുടെ വെളിച്ചത്തിൽ കർത്താവ് ഇന്നേ ദിവസം എല്ലാ ദിവസവും വിശുദ്ധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ നീ സഹായിക്കണമേ. ഈ പ്രത്യാശയോടുകൂടെ നിർമ്മലീകരണം ഞങ്ങളുടെ ഉള്ളത്തിൽ സംഭവിക്കട്ടെ കർത്താവെ. ദൈവമായ കർത്താവെ, മരണത്തെ കുറിച്ചുള്ള ഭയം നീങ്ങണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരണഭയം കർത്താവ് കടന്നു വന്നിരിക്കുന്ന സകല ജനത്തിൻ്റെയും ഉള്ളത്തിൽ നിന്ന് നീക്കി ദൈവമായ കർത്താവെ ഉയിർപ്പിൻ്റെ പ്രത്യാശയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. ഞങ്ങളുടെ പ്രയത്നങ്ങളൊന്നും കർത്താവിൽ വ്യർത്ഥമല്ല എന്നുള്ള ആ പൂർണ്ണ ബോധ്യം നിമിത്തം എന്തു മെനക്കേടിനും കർത്താവ് എത്ര വില കൊടുത്തും സ്ഥിരതയോടെ ദൈവവേലയിൽ വർദ്ധിച്ചു വരുവാനുള്ള ഒരു കൃപ ഞങ്ങൾക്ക് ഏവർക്കും പകർന്നു നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ കർത്താവെ, വിയോഗങ്ങൾ സംഭവിക്കുമ്പോൾ, മരണം സംഭവിക്കുമ്പോൾ പ്രത്യാശയോടെ ദുഃഖിക്കുവാൻ ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ, ആശ്വസിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നുപോയ ആത്മാക്കളെക്കുറിച്ച് കർത്താവെ, പ്രത്യാശയില്ലാതെ ദുഃഖിക്കുവാൻ കർത്താവ് ഇടയാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിശ്വാസം എന്ന ദാനത്തിനായിട്ട് ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. കർത്താവ്, കടന്നു വന്ന എല്ലാ ജനത്തിനായിട്ടും ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുവാനും കേട്ട് ഗ്രഹിച്ച് വെളിപ്പാട് പ്രാപിച്ച് ദൈവമേ ഉറപ്പും നിശ്ചയവും കൊണ്ട് നിന്നിൽ ആശ്രയിച്ച് ബലപ്പെടുവാൻ നിന്റെ ജനത്തെ നീ സഹായിക്കണമേ. താഴ്മയുള്ള ഹൃദയങ്ങൾ കൊണ്ട് കർത്താവേ ദൈവകൃപ പ്രാപിക്കുവാൻ എല്ലാവരും നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസം എന്ന ഈ വിഷയത്തിൽ ഞങ്ങൾ പഠിച്ച പല കാര്യങ്ങളുണ്ട് കർത്താവ്. എല്ലാം കർത്താവെ നീ വീണ്ടും ഞങ്ങളെ ഓർപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താലുള്ള രക്ഷയിൽ ഞങ്ങൾ മുന്നോട്ട് പോകുവാൻ, വചനമെന്ന മായമില്ലാത്ത പാല് കുടിച്ച് ബലപ്പെടുവാൻ കർത്താവെ ഞങ്ങളെ നീ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എത്രത്തോളം ഇന്നത്തെ സ്റ്റഡിയെ നീ സഹായിച്ചതിനായി സ്തോത്രം. കടന്നു വന്ന ഏവരെയും നിന്റെ കരത്തിലേക്ക് വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ
ആമേൻ.